ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് BR മാപ്പാണ്. അപ്പോൾ കിട്ടിയിരിക്കുന്നത് നെക്സ്റ്ററ മാപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ എവിടെയെങ്കിലും ഇറങ്ങണം. ഇവിടെ സിഗ്വയിലാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അടുത്താല. ഓക്കെ, ഇവിടുന്ന് നല്ല കണ്ണെല്ലാം കിട്ടുവാണെങ്കിൽ നല്ലപോലെ കളിച്ചങ്ങ് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ്. കുറേ എനിമീസ് കാണും, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. ഓക്കെ, ഇവിടെ നല്ല ഗൺസ് വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. ആദ്യം തന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു VSS ആണ് കിട്ടിയത്. അവിടെ നല്ല രീതിയിൽ ഫയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് കയറി എന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു. വെറുതെ നോക്കിയപ്പോഴത്തേക്ക് അവനാണെങ്കിൽ അവൻ്റെ ടീംമേറ്റൊക്കെ കൂടെ നിന്ന് നല്ല രീതിക്ക് ഡാമേജ് എടുത്തു. പിന്നെ ചാറ്റുകയും ചെയ്തു. യുവന്മാരെങ്ങനെയാണെന്ന് റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ മാച്ച് കാര്യം തീരുമാനമായി. ഓക്കെ, ഇനി അടുത്ത ആരെങ്കിലും ഇവൻ പോകുമെന്നാണ് തോന്നുന്നത്. ഇവന് കാര്യം അറിഞ്ഞൂടാ, എന്തായാലും നോക്കണം. ഓക്കെ, ഇവിടെ ന്യൂബുകൾ കളിക്കുന്ന പോലെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവേണം അറിഞ്ഞൂടെ. ഇവൻ്റെ ടീംമേറ്റ് എങ്ങാനും വന്നാൽ ഇപ്പം ഇവനെ അടിച്ചുറക്കും. അതുപോലെയാണ് അവൻ്റെ ടീംമേറ്റാണ് അവൻ്റെ കാര്യം അവനെ അടിച്ചു എന്നിട്ട് ഒക്കെ ഇനി പൊങ്ങിട്ട് കണ്ട് അപ്പോഴത്തെ പിന്നടിച്ചിട്ട് തന്നെ ഉണ്ട്. അവനെ ഹെൽപ്പപ്പും ചെയ്തിട്ടുണ്ട്. അവന് പിന്നെ റിവഞ്ചൊക്കെ എടുത്ത് ഇനിയും ഇവനും മറ്റേ സ്ഥലം അങ്ങോട്ടെങ്ങനെ പോവുകയാണെങ്കിൽ മാത്രമേ റിവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അവനവിടെ ചെന്ന് ആ പെട്ടി ഒന്ന് തുറക്കട്ടെ. എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരു മാഗ് അല്ല M10 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കിടപ്പുണ്ടായിരുന്നു. 2 ഷോർട്ട് റേഞ്ച് വെപ്പണാണ്. ഇനി ഇവിടുന്ന് മാച്ച് അങ്ങോട്ട് നല്ലപോലെ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതുപാട് പെട്ടെന്നൊന്ന് പോയി റിവൈവ് ചെയ്യും. പിന്നെ നല്ല പ്ലെയറാണ്. ഈ മാച്ച് മുന്നോട്ട് വന്നിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് നല്ല കളിക്കാരനാണ്. ഇവൻ്റെ 1 ടാപ്പ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് 1 ടാപ്പ് ഓഫ് ദി എവറാണ് ഇവനടിക്കുന്നതെന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സീന് കളിയാണ്. റൈറ്റിലൂടെ പോകുന്നുണ്ടായിരുന്നു, അടിച്ചു. വന്നിട്ട് ബെസ്റ്റ് 1 ടാപ്പ് ഇവിടെ അടിച്ചങ്ങ് എത്തിയിട്ട് പിന്നെ അവൻ ഡിജിറ്റിട്ട് പൊങ്ങി വന്ന് അടിച്ചങ്ങ് ഉറക്കി. ഓക്കെ, ഞാൻ മുന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് വന്ന് റിവൈവ് ചെയ്യാനായിട്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അവൻ. കാരണം അവിടെ നല്ല ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, നടന്ന് അങ്ങോട്ട് ആ എനിമീസിൻ്റെ വായിലൊന്നും നിന്ന് കയറാതെ പെട്ടെന്ന് റിവൈവ് അടിക്കായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ അങ്ങ് മാച്ച് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, വെൻഡിങ് മെഷീൻ അടുത്ത് തന്നെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് വെൻഡിങ് മെഷീൻ ഉള്ളത്. ചെറിയ ലാഗും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവൻ പെട്ടെന്ന് റിവൈവ് ആയിട്ടുണ്ട്. പെട്ടെന്ന് റിവൈവ് ആയിട്ടുണ്ട് അവൻ. പിന്നെയാണ് റിവൈവ് ചെയ്തത്. അതിനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം റിവൈവ് ചെയ്യാം അവന്. ഓക്കെ, അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് രീതിക്കുള്ള ഗൺസും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ മാച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു പരാഫയിലൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ഗൺസ് ആകെ ഒരു വെസ്റ്റും പിന്നെ മറ്റേ സാധനം അല്ലാതൊന്നുമില്ല. ഒരു ഹെൽമെറ്റ് കിടപ്പുണ്ടായിരുന്നു, ആർക്ക് വേണം. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ ഒരു പരാഫയില ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ എനിമീസ് കണ്ട് ഒരുത്തൻ അങ്ങോട്ട് ഓടി. അതിനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് അങ്ങോട്ട് ഇതുമ്പോഴത്തേക്ക് അനിയനും കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പം അങ്ങോട്ട് എല്ലണ്ടാന്ന് എടുത്തി. അവൻ പുറത്തിറങ്ങിയ ടൈമിൽ അടിക്കാനായിട്ട് നോക്കി വെച്ച് ഡാമേജ് കൊണ്ടില്ല. നമ്മളെ റിവൈവ് ആക്കി വെച്ചാൽ മറ്റേ ചങ്ങായില്ലേ, അവനെ അവിടെ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ മറ്റേ നന്മയുള്ള ലോകമില്ലേ, അവനെ പെട്ടെന്ന് റിവൈവ് ചെയ്ത് വെക്കണം.
എൻ്റെ ഉള്ള കാശെല്ലാം തൂത്ത് വാരിയെടുത്ത് അനിയൻ്റെ കയ്യിൽ കൊടുത്തിട്ട് റിവൈവ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു. അവനിനി ഈ സാധനമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാണ്ട് അവന് പൈസ ഇട്ട് കൊടുക്കുക. എന്നാ പോടെ പോയി റിവൈവ് ചെയ്തിട്ട് വാടാ. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പോയി പെട്ടെന്ന് തന്നെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവനെ റിവൈവ് ചെയ്യുന്നവരെ എല്ലാവരും അവൻ റിവൈവ് ചെയ്തു. 100 രൂപ വേണമായിരുന്നു. ഓക്കെ, അങ്ങനെ റിവൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് ഒന്ന് കയറി അങ്ങ് അടിക്കാം. അവിടെ നല്ല വമ്പം കളിക്കും ഫൈറ്റൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങി അങ്ങ് ചെന്ന് ഒരു ഹെഡ്ഷോട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊള്ളായിരുന്നു. ഈ മാച്ചിനകത്ത് ബുവയാണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ടാണ് ഫൈറ്റ് അല്ലെങ്കിൽ മാച്ചിൽ ബുവയെ കളിക്കാറുണ്ട്. ബുവയ്ക്ക് വേണ്ടി നോക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ഐറസിൻ്റെ പവർ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരുത്തനാണെങ്കിൽ അതിൻ്റെ അങ്ങ് ദൂരെ മലയുടെ മേളിലായതുകൊണ്ട് അടിക്കാൻ പറ്റുന്നില്ല. പിന്നെ പൈസ കിട്ടുവാണെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് വാങ്ങാൻ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു M4 എടുക്കുന്നു. പരാഫയിൽ വെച്ച് 2 ഷോട്ടിന് ഹെഡ്ഷോട്ട് കയറും. അത് പിന്നെ നമ്മൾ M4 എടുത്തില്ല. ഓക്കെ, ഇങ്ങനെ മേളിലോട്ട് കയറുന്നപ്പോൾ ഇവിടെ ആരുടെ ലൂട്ട് ബോക്സ് നടക്കുന്നു. അതിനകത്തൊന്നുമില്ല. ഇവിടെ വേറെ ഒന്നും ഇല്ലാണ്ട് ഇവിടെ എന്തോരം ലൂട്ട് ബോക്സ് ആണ്. ഇവിടെ നേരത്തെ വലിയ അടി നടത്തുന്നു. ഇവിടെ വേറൊരു ലൂട്ട് ബോക്സ് ഒരുത്തനാണെന്ന് തോന്നുന്നു അടിച്ചിട്ടത്. ഫുള്ള് കെയോസിൻ്റെ ലൂട്ട് ബോക്സാണ് ഇവിടെ കിടക്കുന്നത്. അവനിവിടെ ഇച്ചിരി AR ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ്. വേണമെന്ന് പറഞ്ഞായിരുന്നു, അവന് കഴിക്കാൻ പറ്റില്ല. അവനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മാച്ച് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് സോണൊക്കെ ആകുമ്പോൾ 2 അടി അടിച്ച് അങ്ങനെ ഊക്കിയിട്ട് നമുക്ക് അടുത്ത മാച്ച് ജയിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, അവിടെ നിന്ന് എനിമീസ് അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് എനിമീസ് വരുന്നുണ്ട്. ഇച്ചിരി ഡാമേജ് കൊടുക്കുന്നതിനെങ്കിലും ഒരു മീഡിയം റേഞ്ച് കൊള്ളത്തില്ല. വയറത്തിട്ട് നോക്കി, പക്ഷേ ഈ ഗണ്ണ് ഞാൻ പറഞ്ഞില്ല, ഇതിന് കൂടിയൊരു വെർഷൻ ഉണ്ട്, അതാണ് പവർ. പക്ഷെ ഞാൻ അത് എടുത്തിട്ടില്ല. ഒക്കെ എവിടുന്ന് അവിടെ ണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അതിനകത്ത് കയറി അവനെ അടിച്ചുറക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, ആൻറ്റീനെ അപ്പുറത്തുനിന്ന് അടിക്കുന്നുണ്ട്. അതിൻ്റെ ഓക്കെ, ഇവൻ ഇതിനകത്ത് വെക്കുന്ന നേരം കൊണ്ട് മറ്റവനെ മറ്റവനെ റിവൈവ് അടിച്ചു വിടാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അവൻ്റെ ടീംമേറ്റ് വെക്കുന്ന എൻ്റെ ടീംമേറ്റ് ആയിരുന്നു. അപ്പം തന്നെ ചത്ത ആ നേരം തന്നെ റിവൈവ് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനകത്ത് എൻ്റെ പിന്നൊക്കെ ഉണ്ട്. ഇവനെ തന്നെ നോക്കി വെച്ചോണ്ടിരിക്കാൻ. മിക്കവാറ് നല്ല പ്ലെയർ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇവനെന്തോടെ ഇറങ്ങിക്കഴിഞ്ഞില്ല. അപ്പോൾ അതാരാ ഗാലക്സി എന്ന് പറഞ്ഞാൽ അവനാണ് മറ്റേ സിഗ്വയിലും കൊണ്ട് ഇറക്കിയത്. അവൻ ഇറക്കില്ലായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ജയിച്ചാണ്. അവിടെ നല്ല ലൂട്ടൊക്കെ എടുത്ത് പോയാണ്. മറ്റവൻ്റെ പിങ് കയറിയതായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കോയിൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് എന്തായാലും റിവൈവ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നൊരു M14 1 ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നന്നായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോപ്പ് എല്ലാം വീഴുകയാണെങ്കിൽ എടുക്കണം. എവിടെ ഒരു ഡ്രോപ്പ് കിടപ്പുണ്ട്, എടുക്കുമെന്ന് അറിഞ്ഞൂടാ. ഇവൻ എന്തായാലും നമുക്ക് പോവാം. ടച്ച്സുയ ആയതുകൊണ്ട് നല്ല അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല അത് ഫൈറ്റിംഗ് അല്ല, അത് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമ്മുടെ ഐറസിനെ പോലുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ വാളിനകത്തൂടെ അടിച്ചിട്ട് അത് നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ടീംമേറ്റ് അടുത്തുണ്ടായിരുന്നാൽ മതി. ദൂരെയൊന്നുമല്ല, അതിനടുത്തോട്ട് ഓടി വരികയാണെങ്കിൽ അടിക്കുകയും ചെയ്യാം. ഓക്കെ, ഇവനിവിടെ 500 കിട്ടിയെന്നാണ് തോന്നുന്നത്. 500 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അവന് അവിടുത്തെ വെൻഡിങ് മെഷീൻ അവിടെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്പായാണ് അവിടെ
വെൻഡിങ് മെഷീൻ്റെ അടുത്തോട്ട് പോകുന്നത്. ലാസ്റ്റ് റൗണ്ട് മിക്കവാറും ഇവിടെ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്ത കോയിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ റിവൈവലാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഓടി 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 സോണിനകത്ത് കയറി അവൻ റിവൈവ് ചെയ്യാൻ പോയിരിക്കുകയാണ്. അവൻ റിവൈവ് ചെയ്യുന്ന സമയം ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ചാലഞ്ച് പോലത്തെ സംഭവങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കളിക്കാനായിട്ടൊക്കെ ഒരു രസം കാണത്തുള്ളൂ. നമ്മളൊരു ചാലഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഓറിയോണൊക്കെ നല്ല ക്യാരക്ടറാണ് ഗൈസ്. പക്ഷേ ഇച്ചിരി നെർഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓറിയോൺ ഇപ്പോൾ ഇച്ചിരി പോരാ. പണ്ടൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് 2 തവണ എടുക്കാൻ പറ്റുമായിരുന്നു. ഗൈസ് അപ്പോൾ ഇറങ്ങിയപ്പോഴേ സ്നൈപ്പറാണ് കിട്ടിയത്. ഞങ്ങളുടെ അവിടെ ഒരു അണ്ണനുണ്ടായിരുന്നു. ആ അണ്ണനൊക്കെ സ്നൈപ്പർ വെച്ചിട്ടാണ് ലാസ്റ്റ് റൗണ്ട് അടിക്കുന്നത്. അതുകൊണ്ട് നല്ല അഡ്വാൻറ്റേജ് ആണ്. അടുത്ത് വരുമ്പോൾ 2 ഷോട്ട് 2 hit KO ആണ്. അതുകൊണ്ട് നല്ല അനിയനും ഡ്രോപ്പ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ അവനെ ഹീൽ ചെയ്ത് കൊടുക്കണമായിരുന്നു. ഇച്ചിരി ഹെൽത്ത് കൂട്ടി. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് സോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൊരിഞ്ഞടിയായിരിക്കും. സ്റ്റില്ല് 15 പേര് അലൈവായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 14ആയി. 4 പേര് വിളിച്ചാണ് 14 ആൾക്കാർ അലൈവ്. ഇങ്ങോട്ടായിരിക്കും മിക്കവാറും ലാസ്റ്റ് സോൺ വരാൻ പോകുന്നത്. ഇവിടെ നേരത്തെ കവറെടുത്ത് വെച്ചിരിക്കുകയാണ്. ടീംമേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ പലതും കിടക്കുക. ഗുവാളിൻ്റെ അവിടെ സ്കോപ്പ് ചെയ്ത് അയറത്തിട്ട് നോക്കുമ്പോഴാണ് അവിടെ 2 പേരുണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ വെറുതെ അവിടെ 2 പേര് നോക്കായി കിടന്നവരെ 2 കില്ലെങ്കിൽ 2 കില്ല് എടുത്തു. എന്നാൽ മാത്രമല്ല ഇച്ചിരി അധികം റാങ്കൊക്കെ കൂടുള്ളൂ. ഓക്കെ, അങ്ങനെ ഓടി ഇങ്ങോട്ട് വന്ന് ഫൈനൽ സോണൊക്കെ ആണ്. ഓക്കെ, നമ്മുടെ അനിയനും മറ്റേവന് ആ പ്രോ പ്ലെയറും കൂടി ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഓക്കെ, അവൻ ഹിന്ദിക്കാരനാണ് കേട്ടോ. അപ്പോൾ മറ്റെന്നെ റിവൈവ് ആക്കാനായിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ വെൻഡിങ് മെഷീൻ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അവനെ റിവൈവ് ചെയ്ത് വിടാം. ഒരു അഡ്വാൻറ്റേജ് ഇല്ല. ഓക്കെ, ഇവിടെ അവന്മാരിങ്ങോട്ട് ഓടി വരുന്നു. അപ്പോൾ അവനവിടെ ഹിറ്റ് ലിസ്റ്റൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നു. ഹിറ്റ് ലിസ്റ്റ് വാങ്ങി നോക്കുമ്പോഴത്തേക്ക് അവിടെ ആരുമില്ല. കയറി ചെന്നടിക്കണമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അങ്ങോട്ട് ഇവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കാം. ടാർഗറ്റിനെ ആരും അടിച്ചിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എത്താണെങ്കിൽ റിവൈവ് ആയി ഇറങ്ങുന്നത്. അവിടെ ഗ്ലൂവാളിൻ്റെ അപ്പുറത്തൊട്ട് അയച്ചിട്ട് നോക്കാനാണ്. ഓക്കെ, അവന് കണ്ട് വേറെ അടുത്തുണ്ടെന്ന് അവിടെ ഡാമേജ് കൊടുക്കാൻ പറ്റില്ല. അതിലാണ് പോയത്. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഓക്കെ ഗൈസ്, നമ്മളും വേറെ സ്ക്വാഡ് ആണെന്ന് തോന്നുന്നു. ഒപ്പോണൻസിലൊരു സ്ക്വാഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പോൾ ഓക്കെ ഗൈസ്, അങ്ങനെ പതിയെ സൈഡിലോട്ട് ഇറങ്ങി വന്നിട്ട് അവന്മാരാണെങ്കിൽ സൈഡിലൂടെ ഇങ്ങനെ വരാനായിട്ടാണ് നോക്കുന്നത്. സോണിങ് വരുമല്ലോ പണ്ടൊക്കെ കൂടെ അതിൻ്റെ അകത്ത് മാനിക്കേനിട്ട് കൊണ്ടുപോകും. ഒക്കെ ഇങ്ങനെ നോക്കിയിട്ടേക്കും അവിടെ ആരും പോവാണ്ട്. ഓക്കെ, റൈറ്റിൽ നിന്ന് ഫയർ വരുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഫയർ വരുന്നത്. പെട്ടെന്ന് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഫയർ വരാൻ ഓക്കെ, അവനവിടെ തല നടന്നിട്ടുണ്ടായിരുന്നു.
അത് അവനെ ഡൗൺ ആക്കി തോന്നുന്നത്. പിന്നെ ഒരൊറ്റ എടുത്ത കൂടെ അത്ര ബാക്കിയുള്ളൂ. അവനാണ്ട് ഇലക്ട്രിക്കൂടെ അങ്ങനെ നോക്കായിട്ട് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കരുത്. വെറുതെ അത് പെട്ടെന്ന് അത് അപ്പോൾ ബൈ.